മോർണിംഗ് ചിൽഡ്രൻ, 7ാം ക്ലാസ്സിന്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സംഖ്യാബന്ധങ്ങളെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാം. അതായത് നമ്പർ റിലേഷൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ആൾജിബ്രിക് ഫോം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്കൂളിൽ നിന്ന് ഭക്ഷ്യധാന്യ കിറ്റുകൾ എല്ലാവരും വാങ്ങിയല്ലേ? 3 ദിവസങ്ങളിലായി വന്ന് എല്ലാവരും വാങ്ങണമെന്നായിരുന്നു സാറിന്റെ നിർദ്ദേശം അല്ലേ? ഒന്നാമത്തെ ദിവസം എത്ര പേരാ വന്ന് വാങ്ങിയെന്നറിയാമോ? 38 പേരാണ് ഭക്ഷ്യധാന്യ കിറ്റ് വാങ്ങാൻ നമ്മുടെ സ്കൂളിൽ എത്തിയത്. എന്നാൽ രണ്ടാമത്തെ ദിവസം കുറച്ചു പേരെ എത്തിയുള്ളൂ, 25 പേരെ വാങ്ങാൻ എത്തിയുള്ളൂ. എന്നാൽ 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം വന്നതോടെ മൂന്നാമത്തെ ദിവസം എല്ലാവരും ഭക്ഷ്യധാന്യ കിറ്റ് വാങ്ങുവാനെത്തി. അതായത് 75 പേരും നമ്മുടെ സ്കൂളിലെത്തി ഭക്ഷ്യധാന്യ കിറ്റ് വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ എത്ര പേരാണ് നമ്മുടെ സ്കൂളിലെത്തി ഭക്ഷ്യധാന്യ കിറ്റ് വാങ്ങിയത്? ഒന്ന് കൂട്ടി നോക്കിയേ. ആദ്യ ദിവസം എത്ര പേരായിരുന്നു വന്നത്? 38 പേരല്ലേ? രണ്ടാം ദിവസമോ 25 പേരെ വന്നുള്ളൂ. മൂന്നാമത്തെ ദിവസം 75 പേരും വാങ്ങി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പേരാണ് ഭക്ഷ്യധാന്യ കിറ്റ് വാങ്ങിയത്? ആദ്യ ദിവസം 38 പേരാണ് സ്കൂളിൽ ഭക്ഷ്യധാന്യ കിറ്റ് വാങ്ങാൻ എത്തിയത്. രണ്ടാം ദിവസമോ 25 പേര്. എങ്കിൽ മൂന്നാമത്തെ ദിവസം ബാക്കി ആളുകളും കൂടി എത്തി. അതായത് 75 പേരും ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങാൻ സ്കൂളിൽ എത്തിയിരുന്നു. എങ്കിൽ ആകെ എത്ര പേരാണ് ഭക്ഷ്യധാന്യ കിറ്റ് വാങ്ങാൻ എത്തിയത്? എത്ര പേരുണ്ട്? കൂട്ടി നോക്കിയോ? എത്ര കിട്ടി? 138 അല്ലേ? എങ്ങനെയാ നിങ്ങൾ കൂട്ടി നോക്കിയത്? എങ്ങനെയാ അതിന്റെ സം എടുത്തത്? ആദ്യം 38ഉം 25ഉം തമ്മിൽ കൂട്ടിയില്ലേ? എന്നിട്ട് 75 കൂട്ടി. 38ഉം 25ഉം കൂടെ സം എടുത്തപ്പോൾ, തുക എടുത്തപ്പോൾ എത്ര കിട്ടി? 63 പ്ലസ് 75. ടോട്ടൽ എത്ര കിട്ടി? 138. നമ്മൾ 38 പ്ലസ് 25 ക്രിയ ചെയ്യാൻ സൈഡിലേക്ക് പോയില്ലേ? മനക്കണക്കായി ചെയ്യാൻ സാധിച്ചില്ല അല്ലേ? എന്നാൽ ഈ പ്രവർത്തനത്തെ മനക്കണക്കായി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? അവസാനം കിടക്കുന്ന 2 സംഖ്യയെ ഒരു ടേമായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ, ഫസ്റ്റ് 38, രണ്ടാമത് കിടക്കുന്ന രണ്ടാമത്തെ സംഖ്യയായ 25ഉം മൂന്നാമത്തെ സംഖ്യയായ 75ഉം തമ്മിൽ കൂട്ടി നോക്കി സം എടുത്തു. അപ്പോൾ എന്ത് ചെയ്ത? 38 പ്ലസ് 25 75ഉം കൂടെ സം എടുത്താൽ എത്ര കിട്ടും? 100 കിട്ടില്ലേ? അപ്പൊ 100ഉം 38ഉം കൂടെ കൂട്ടിയാൽ 138 അല്ലേ? ഈ ക്രിയ നമ്മൾ മനക്കണക്കായി ചെയ്തില്ലേ? അപ്പോൾ ഒരു സംഖ്യയോട് മറ്റ് 2 സംഖ്യകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കൂട്ടുന്നതിന് പകരം 2 സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ടു എ നമ്പർ 2 numbers one after another, we need only add their sum. ഒരു സംഖ്യയോട് മറ്റ് 2 സംഖ്യകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കൂട്ടുന്നതിന് പകരം 2 സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ മതി. ഇനി ഇതിന്റെ ബീജഗണിത രൂപത്തിലേക്ക് പോകാം. ആൾജിബ്രിക് ഫോമിലേക്ക് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ആദ്യ സംഖ്യയെ x ആയും രണ്ടാമത്തെ സംഖ്യയെ y ആയും മൂന്നാമത്തെ സംഖ്യയെ z ആയും പരിഗണിച്ചാൽ ഒന്നാമത്തെ സംഖ്യയോട് തുടർച്ചയായി 2 സംഖ്യകൾ കൂട്ടുന്നതിന് പകരം ആദ്യം
രണ്ട് സംഖ്യകളുടെ തുക കണ്ടിട്ട് മൂന്നാമത്തെ സംഖ്യയോട് കൂട്ടുന്നതിന് പകരം ആദ്യ സംഖ്യയോട് രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യ കൂട്ടിയിട്ട് ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ മതി. ആദ്യ രണ്ട് സംഖ്യകളുടെ തുകയോട് മൂന്നാമത്തെ സംഖ്യ കൂട്ടുന്നതിന് പകരം അവസാനത്തെ രണ്ട് സംഖ്യകളുടെ തുകയോട് ആദ്യ സംഖ്യ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഇതാണ് ഫസ്റ്റ് ജനറൽ ഇക്വേഷൻ ഓഫ് ആൾജിബ്രിക് ഫോം. ആദ്യത്തെ സംഖ്യാബന്ധം ഉപയോഗിച്ചുള്ള ബീജഗണിത രൂപമാണ് ഇത്. എങ്ങനെയാണ് ഇവ വായിക്കുന്നത്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ബ്രാക്കറ്റിലുള്ള ടേം ഒരുമിച്ച് തന്നെ പറയുക. ഒന്നുകൂടി, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. വേറൊരു ഉദാഹരണം നോക്കൂ. 29 പ്ലസ് 1/3 പ്ലസ് 2/3 ഇസ് ഈക്വൽ ടു. ഇവിടെ നമുക്ക് മനക്കണക്കിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഏതൊക്കെ സംഖ്യകൾക്കാണ് ബ്രാക്കറ്റ് കൊടുക്കേണ്ടത്? അവസാനം കിടക്കുന്ന രണ്ട് സംഖ്യകൾക്കാണ് ബ്രാക്കറ്റ് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 29 പ്ലസ് 1/3 പ്ലസ് 2/3, 3/3 ഒരേ ഡിനോമിനേറ്റർ ആണ്. അപ്പൊ നമ്മൾ ന്യൂമറേറ്റർ അംശങ്ങൾ തമ്മിൽ കൂട്ടി എഴുതി 3/3 that is equal to 29 plus 3/3 means 1 that is equal to 30. മനക്കണക്കായി നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലേ? ഉണ്ണിയുടെ കയ്യിൽ 500 രൂപയുണ്ട്. അതിൽ 150 രൂപ അപ്പുവിന് കൊടുത്തു. അല്പസമയം കഴിഞ്ഞ് അബു 50 രൂപ കടമായി വാങ്ങിച്ചു. ഇനി ബാക്കി ഉണ്ണിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഒന്ന് കണ്ടെത്തി നോക്കൂ. ഉണ്ണിയുടെ കയ്യിൽ എത്ര രൂപയായിരുന്നുള്ളത്? 500 രൂപയാണുള്ളത്. അതിൽ നിന്ന് അപ്പു എത്ര രൂപയാ കടം വാങ്ങി? 150 രൂപ. അബു എത്ര രൂപ ചോദിച്ചു? 50 രൂപ അബു വാങ്ങി, അല്ലേ? ഇനി ഉണ്ണിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? കണ്ടെത്തിയോ? എങ്ങനെയാ ക്രിയ ചെയ്തേ? ആദ്യം 500-ൽ നിന്ന് 150 കുറച്ചല്ലേ? 500-ൽ നിന്ന് 150 കുറച്ചു, മൈനസ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. പിന്നീട് 50 രൂപ കുറച്ചല്ലേ? 500-ൽ നിന്ന് 150 കുറച്ചപ്പോൾ എത്ര രൂപ കിട്ടി? 350 രൂപ കിട്ടില്ലേ? അതിൽ നിന്ന് 50 രൂപ വീണ്ടും കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 300 രൂപ കിട്ടി. ഇനി നമുക്ക് ഈ പ്രവർത്തനത്തെ മറ്റൊരു രീതിയിൽ എളുപ്പമാർഗത്തിൽ ചെയ്യാൻ നോക്കാം. അതായത് എത്ര രൂപയാണ് ഉണ്ണി കടമായിട്ട് കൊടുത്തത്? 150 രൂപ അപ്പുവിന് കൊടുത്തു, 50 രൂപ അബുവിന് കൊടുത്തു, അല്ലേ? അപ്പോൾ കൊടുത്ത തുക, അതായത് കടമായി കൊടുത്ത തുക ഒരുമിച്ച് ചേർത്തെഴുതിയില്ലേ? അതായത് കടമായി കൊടുത്ത തുക 150 രൂപയും 50 രൂപയുമാണ്. അപ്പോൾ പ്ലസ് സൈന് കടമായി കൊടുത്ത തുക രണ്ടും കൂടി ഒരു ബ്രാക്കറ്റിനുള്ളിൽ എഴുതി. ഈ രണ്ട് മൈനസ് കോമൺ ആയി പൊതുവായി വെളിയിലേക്ക് എടുത്തു. കടമായി കൊടുത്ത രണ്ട് തുക ഒരുമിച്ച് എഴുതി. ഇനി നമുക്ക് 500-ൽ നിന്ന് കടമായി കൊടുത്ത തുക എത്രയുണ്ടോ? 200 ഉണ്ട്, അല്ലേ? ആ 200 രൂപ ഒരുമിച്ച് എഴുതി. 500-ൽ നിന്ന് 200 കുറച്ചാൽ എത്ര കിട്ടും? 300 കിട്ടില്ലേ? ഇത് നമുക്ക് എളുപ്പമാർഗമായി ചെയ്തുകൂടെ? അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ പറയുക? ഒരു സംഖ്യയിൽ നിന്ന് രണ്ട് സംഖ്യകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കുറയ്ക്കുന്നതിന് പകരം
കുറയ്ക്കേണ്ട രണ്ട് സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയോട് കുറച്ചാൽ മതി. ഒരു സംഖ്യയിൽ നിന്ന് രണ്ട് സംഖ്യകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കുറയ്ക്കുന്നതിന് പകരം കുറയ്ക്കേണ്ട സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയിൽ നിന്ന് കുറച്ചാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് സബ്ട്രാക്ടിങ് എ നമ്പർ ടു ടു നമ്പേഴ്സ് വൺ ആഫ്റ്റർ അനദർ, we need only subtract their sum. ഈ റിലേഷനെ, ഈ സംഖ്യാബന്ധത്തെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ആദ്യ സംഖ്യയെ x ആയും രണ്ടാമത്തെ സംഖ്യയെ y ആയും മൂന്നാമത്തെ സംഖ്യയെ z ആയും പരിഗണിച്ചാൽ എങ്ങനെ എഴുതാം? x മൈനസ് y മൈനസ് z ഈസ് ഈക്വൽ ടു ആദ്യ രണ്ട് സംഖ്യ കുറച്ചിട്ട് മൂന്നാമത്തെ സംഖ്യ കുറയ്ക്കുന്നതിന് പകരം ആദ്യ സംഖ്യയിൽ നിന്ന് കുറയ്ക്കേണ്ട രണ്ട് സംഖ്യകളുടെ തുക കുറച്ചാൽ മതി. ആദ്യ സംഖ്യ x ആയും രണ്ടാമത്തെ സംഖ്യ y ആയും മൂന്നാമത്തെ സംഖ്യ z ആയും എടുത്താൽ ആദ്യ സംഖ്യയിൽ നിന്ന് രണ്ട് സംഖ്യകൾ തുടർച്ചയായി കുറയ്ക്കുന്നതിന് പകരം ആദ്യ സംഖ്യയിൽ നിന്ന് കുറയ്ക്കേണ്ട സംഖ്യകളുടെ തുക കുറച്ചാൽ മതി. x മൈനസ് y മൈനസ് z ഈസ് ഈക്വൽ ടു x മൈനസ് y പ്ലസ് z. ഇങ്ങനെയാ വായിക്കുന്നേ. x മൈനസ് y മൈനസ് z ഈസ് ഈക്വൽ ടു x മൈനസ് y പ്ലസ് z. വൈയുടെയും ഇസഡിന്റെയും മൈനസ് സൈൻ കോമൺ ആയി എടുത്തിരിക്കുന്നു. ഇതാണ് നമ്പർ റിലേഷനിലെ രണ്ടാമത്തെ ഇക്വേഷന്. ഒരു ഉദാഹരണം കൂടെ നോക്കൂ. 218 മൈനസ് 20 മൈനസ് 80. ഈ പ്രവർത്തനം എളുപ്പമാർഗത്തിൽ മനക്കണക്കായി നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. ആദ്യ സംഖ്യ അതുപോലെ എഴുതുന്നു. മൈനസ് സൈൻ 20ന്റെയും 80ന്റെയും മൈനസ് സൈൻ രണ്ട് സംഖ്യകൾ തുടർച്ചയായിട്ട് കുറയ്ക്കുകയാണ്. ആ കുറയ്ക്കുന്ന സൈൻ കോമൺ ആയി എടുത്തുകൊണ്ട് കുറയ്ക്കേണ്ട രണ്ട് സംഖ്യകളുടെ തുക എടുക്കുന്നു. 20 പ്ലസ് 80. 218 മൈനസ് 20ഉം 80ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 100 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 218 മൈനസ് 100 എത്ര കിട്ടും? 118. മനക്കണക്കായി നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലേ? ഇതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പേജ് നമ്പർ 40 കൊടുത്തിട്ടുണ്ട്. അഡീഷൻ പ്രവർത്തനങ്ങൾ ടീച്ചറും തരുന്നതായിരിക്കും. എല്ലാവരും പൂർത്തിയാക്കണം. മറ്റൊരു പ്രവർത്തനം കൂടി തരികയാണ്. ഒരു കലണ്ടർ കണക്ക്. ജൂലൈ മാസത്തിലെ കലണ്ടർ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ജൂലൈ മാസത്തിലെ കലണ്ടർ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയ ശേഷം അടുത്തടുത്തുള്ള 9 സംഖ്യകൾ പ്രകാരം 9 സംഖ്യകൾ സമചതുരാകൃതിയിൽ വരയ്ക്കുക. ഇഷ്ടമുള്ള 9 സംഖ്യകൾ 7 മുതൽ തുടങ്ങുകയാണെങ്കിൽ 7, 8, 9, 14, 15, 16, 21, 22, 23 പ്രകാരം 9 സംഖ്യകൾ സമചതുരാകൃതിയിൽ ക്രമീകരിച്ച് എഴുതുക. എന്നിട്ട് ഈ സംഖ്യകളുടെ തുക കാണുക. ഈ തുകയും മിഡിൽ നമ്പർ നമ്മൾ എഴുതിയിരിക്കുന്ന സമചതുരാകൃതിയിലുള്ള സംഖ്യകളുടെ മിഡിൽ നമ്പരും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. ഈ ബന്ധത്തെ ബീജഗണിത രൂപത്തിൽ എഴുതുക, അതായത് ആൾജിബ്രിക് ഫോമിൽ എഴുതുക. സമ്മിന് എസ് എന്നും തുകയ്ക്ക് എസ് എന്ന അക്ഷരവും മിഡിൽ നമ്പർ അഥവാ മധ്യത്തിലുള്ള സംഖ്യയ്ക്ക് എം എന്നും നൽകിയാൽ ഈ ബന്ധത്തെ ബീജഗണിത രൂപത്തിൽ എങ്ങനെ എഴുതും ഒന്ന് കാണിക്കുക. ബീജഗണിത രൂപത്തിൽ എഴുതുക. ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. 1, 2, 3, 8, 9, 10, 15, 16, 17. ഞാൻ ഈ 9 സംഖ്യകളാണ് സമചതുരാകൃതിയിൽ എടുത്തിരിക്കുന്നത്.
ഇതേപോലെ 9 സംഖ്യകൾ, അടുത്തടുത്തുള്ള സംഖ്യകൾ സമചതുരാകൃതിയിൽ ക്രമീകരിച്ച് നോട്ട്ബുക്കിൽ എഴുതുക. ഈ സംഖ്യകളുടെ തുക കണ്ടെത്തുക. 1 + 2 + 3 + 8 + 9 + 10 + 15 + 16 + 17 ഈ സംഖ്യകളുടെ തുക കണ്ടെത്തുക. ഇവയുടെ തുക ഈ മധ്യത്തിലുള്ള സംഖ്യയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്ത് ബന്ധമാണുള്ളത് എന്ന് കണ്ടെത്തുക. ഇനി ഇവയെ ബീജഗണിത രൂപത്തിൽ എഴുതണം. സം അഥവാ തുകയെ എസ് എന്ന അക്ഷരം കൊണ്ടും സ്മോൾ ലെറ്റർ എസ്, മിഡിൽ നമ്പർ അഥവാ മധ്യത്തിലുള്ള സംഖ്യയെ എം എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ചാൽ ഈ സംഖ്യകളുടെ തുകയും മിഡിൽ നമ്പറും തമ്മിലുള്ള ബന്ധം ബീജഗണിത രൂപത്തിൽ ആൾജിബ്രിക് ഫോമിൽ എഴുതുക. എഴുതാലോ? നമ്മൾ പഠിച്ച പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനമാണിത്. ഹോംവർക്കായിട്ട് തന്നിരിക്കുന്നത്. ഇത് നോട്ട്ബുക്കിൽ എഴുതി പൂർത്തിയാക്കി ടീച്ചറിന് അയച്ചു തരണം. ഇന്ന് എന്താണ് നമ്മൾ പഠിച്ചത്? സംഖ്യാബന്ധങ്ങളെ ആൾജിബ്രിക് ഫോമിൽ എഴുതാൻ അല്ലേ, ബീജഗണിത രൂപത്തിൽ എഴുതാന് 2 റിലേഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഒരു സംഖ്യയോട് മറ്റ് 2 സംഖ്യകൾ കൂട്ടുന്നതിന് തുല്യമായ ഒരു ബീജഗണിത രൂപം പഠിച്ചു. ഒരു സംഖ്യയോട് മറ്റ് 2 സംഖ്യകൾ തുടർച്ചയായി കുറയ്ക്കുന്നതിനുള്ള ഒരു ബീജഗണിത രൂപവും പഠിച്ചു. ഈ 2 ആൾജിബ്രിക് ഫോമും നന്നായി മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. കൂടാതെ ഞാനൊരു പ്രോജക്റ്റ് വർക്ക് കൂടെ തന്നിട്ടുണ്ട്, ഒരു കലണ്ടർ കണക്ക്. അവ 9 സംഖ്യകൾ, അടുത്തടുത്തുള്ള 9 സംഖ്യകളുടെ തുകയും മധ്യത്തിലുള്ള നടുക്കുള്ള സംഖ്യയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി ബീജഗണിത രൂപത്തിൽ എഴുതേണ്ടതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.